സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം മലയൻകീഴിലേക്കാണ്. മലയൻകീഴിൽ BJP വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം. മലയൻകീഴ് അണപ്പാട് വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് 3 അംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ കേസ് പ്രതിയുമായ ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ചന്ദ്രലേഖ പറഞ്ഞു. ഉത്സവ പരിപാടിക്കിടെ ചന്ദ്രലേഖയുടെ മകളുടെ ദൃശ്യങ്ങൾ പ്രതിയായ ഹേമന്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് സഹോദരൻ തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിച്ചിരുന്നു. ആ ഗാനമേളയോട് പാട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തായിട്ട് ഡാൻസ് കളിച്ചിരുന്നു. ആ സമയത്ത് അന്തീർകുണത്ത് താമസിക്കുന്ന ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേന് എൻ്റെ മോൻ പറഞ്ഞ് എൻ്റെ സഹോദരിമാരാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയം അവൻ മിണ്ടാതിരുന്നതിന് ശേഷം വീണ്ടും അവൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് വെച്ചു. ആ സമയത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട എൻ്റെ മോൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു വിലക്കി അവനെ ഹേമന്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ടും തുടർന്ന് എൻ്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഫ്രണ്ടിൽ വാതിൽ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയും കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കറുത്ത ഗുണ്ടയും കൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നോട് എൻ്റെ മോനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയണം, പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വന്ന് ഇവിടെ നിന്ന് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല എന്നതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞതിനെ തുടർന്ന് നിന്റെ മോളെ കൊല്ലോടി എന്ന് പറഞ്ഞ് എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അരയിൽ നിന്ന് വടിവാളൊക്കെ ഊരിയെടുത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും ഒരു ചുരുക പോലത്തെ ഒരു ചെറിയ പിച്ചാത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കുത്തിപ്പറിച്ച് ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. എന്നെ കുത്തിപ്പിടിച്ച് കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മുറിവുണ്ട്, ചെറിയ മുറിവുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ട്, ലഹരി മാഫിയെ കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. അവരുടെ മകൾക്ക് നേരെ ക്ഷേത്രത്തിൽ വെച്ച് അതിക്രമം കാട്ടാൻ ശ്രമിക്കുന്നു, ഫോണിൽ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞപ്പോൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു, വലിയ പരാക്രമം നടത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന മലയൻകീഴ് ഒരു സംഭവം ഉണ്ടായത്.